ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. പുരോഗതി, ഐശ്വര്യം ഇവ കൈവരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും പറയും എനിക്കൊരു ഉയർച്ചയില്ല, എനിക്കൊരു ഐശ്വര്യമില്ല, എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്, എനിക്ക് സാമ്പത്തിക ഉയർച്ചയില്ല, എൻ്റെ വീട്ടിൽ ഐശ്വര്യമില്ല, ഭയങ്കര പ്രശ്നമാണ് എൻ്റെ ലൈഫ് മുഴുവനും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പല ജ്യോത്സ്യന്മാരുടെ അടുത്ത് ഓടി നടക്കുന്നു, പല ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നു, പല കാര്യങ്ങളും അറിയുന്നു, പലതും പഠിക്കുന്നു, പലതും കാണുന്നു. പക്ഷെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നുമില്ല. എന്താണ് അതിൻ്റെ കാരണം നോക്കാം. ഈ പുരോഗതി, ഐശ്വര്യം, സമാധാനം ഇവയൊക്കെ ഏത് തുറയിലുള്ള ആളുകൾക്കും കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഏത് തുറയിലും താഴേക്കിടയിൽ നിന്ന് തൊട്ട് വലിയ ഉയർന്ന ജീവിത നിലവാരം കൈവരിക്കുന്നവർക്ക് പോലും ഈ പുരോഗതിയും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ആഹ്ലാദവും ഒക്കെ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇനി ഇത് കൈവരണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സമാധാനവും സന്തോഷവും ആഹ്ലാദവും ഐശ്വര്യവും പുരോഗതിയൊക്കെ കൈവരിക്കണമെങ്കിൽ നമുക്ക് മനോനിയന്ത്രണം കൂടിയേ തീരൂ. അതേ കിടക്കണം. അതാണ് നമുക്ക് ആർക്കും ഇല്ലാത്തത്. അതൊന്നും എളുപ്പമല്ല. കുറച്ച് പണം ഒരാൾ തരാമെന്ന് പറഞ്ഞു, ഓടിപ്പോയി അത് കയ്യിൽ വാങ്ങിച്ചു. ഇപ്പോൾ ഒരാൾ നമുക്കൊരു 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു, ആ 10 ലക്ഷം രൂപ ഓടിപ്പോയി കയ്യിൽ വാങ്ങിച്ചു. നമുക്ക് മനോനിയന്ത്രണം ഇല്ല. ആ 10 ലക്ഷം രൂപ കിട്ടിയ ഉടനെ നമ്മൾ അത് കൊണ്ടുവന്നിട്ട് കയ്യിലിങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും കാറ്റത്തത് പറന്നുപോയി. ഒരു കടൽ തീരത്ത് ആ പൈസയും കയ്യിൽ പിടിച്ച് കടൽ തീരത്ത് വന്നിരിക്കുകയാണ്. പെട്ടെന്നൊരു തിരമാല വന്നു, കടലിലേക്ക് പണം ഒഴുകിപ്പോയി. അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. എങ്കിൽ തന്നെയും ചിലപ്പോൾ നമ്മൾ ഈ കിട്ടുന്ന 10 ലക്ഷം രൂപയും ബാഗിൽ വെച്ച് ബാഗ് തൂക്കി അല്ലെങ്കിൽ പേഴ്സ് പോക്കറ്റിൽ വെച്ച് നമ്മൾ ബസ്സിൽ കയറി, നല്ല തിരക്കുള്ളൊരു ബസ്സിൽ കയറി, നല്ല തിരക്കുള്ള ബസ്സിൽ കയറി കുറച്ചു നേരം ദൂരം യാത്ര ചെയ്തു എന്ന് ഇറങ്ങി നോക്കി, പേഴ്സ് കാണാനില്ല. പേഴ്സ് ആരാ കൊണ്ടുപോയി? കള്ളം കൊണ്ടുപോയി. കള്ളം കട്ടോണ്ട് പോയി. ബാഗിന്റെ ഉള്ളിൽ കത്രികയോ സ്പൂൺ, പണ്ട് ഞങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ സ്ത്രീകൾ തൂക്കുന്ന ഹാൻഡ് ബാഗിന്റെ സൈഡിലൊക്കെ ബ്ലേഡ് വെച്ച് മുറിച്ചിട്ട് ബാഗിൽ നിന്ന് പണപ്പേഴ്സ് എടുത്തോണ്ട് പോകും ആരെങ്കിലൊക്കെ. വീട്ടിൽ ചെന്നപ്പോൾ 10 ലക്ഷം രൂപയില്ല. ഒരാൾ വെറുതെ തന്നതാ 10 ലക്ഷം രൂപ. അത് അങ്ങനെ തന്നെ പോയി. അവിടെ എന്താ കാരണം? പണം കിട്ടിയപ്പോഴേക്കും നമ്മൾ എന്തൊക്കെയോ മറന്നുപോയി, മനോനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. പണ്ട് ചെരുപ്പുകുത്തിയുടെ കഥ പറഞ്ഞ പോലെ ഒരു വലിയൊരു ബംഗ്ലാവിന്റെ, മണിമാളിക ബംഗ്ലാവിന്റെ തൊട്ടടുത്ത് താഴെ ഇരുന്ന ഒരു ചെരുപ്പുകുത്തി എന്നും ചെരുപ്പ് തുന്നാണ്. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം അവിടെ നിന്ന് ആ ചെരുപ്പ് തുന്നലൊക്കെ എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് അന്നത്തെ വരുമാനം എല്ലാം കൂട്ടി കിഴിച്ച് തൻ്റെ തലയുടെ അടിയിൽ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ അടുത്ത വീട്ടിലെ സമ്പന്നൻ വന്നൊരു ദിവസം അദ്ദേഹത്തിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ കുറെ പണം തരാം. അപ്പൊ ഈ ചെരുപ്പ് കുത്തി പറഞ്ഞു, എനിക്ക് പണം വേണ്ട. കാരണം എന്താ? ഇത്രയും പണം മേടിച്ചു കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. കാരണം പിന്നെ എൻ്റെ ഉറക്കം കെടുത്തുന്ന രാത്രികളായിരിക്കും. അതുകൊണ്ട് എനിക്ക് സമ്പത്ത് വേണ്ട. അത് തെറ്റാണ് പറഞ്ഞത്. കാരണം എന്താ? സമ്പത്ത് വേണ്ട എന്ന് പറയാൻ കാരണം ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അയാൾക്ക് മനോനിയന്ത്രണം ഇല്ലാതെ പോയി. മനസ്സ് അറിയില്ല എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്. താൻ എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കണം, തനിക്ക് ഐശ്വര്യവും സമാധാനവും കൈവരാൻ താൻ എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മനോനിയന്ത്രണം ഉണ്ടെങ്കിൽ, മനോനിയന്ത്രണം നേടാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്താണ്, ഏത് തലത്തിലേക്കും ഐശ്വര്യത്തിലേക്ക് ഉയരാൻ പറ്റും. നമുക്ക് ഉള്ള ഐശ്വര്യം പോലും മനോനിയന്ത്രണം ഇല്ലാത്തവരെ കൊണ്ട് വിട്ടുപോകുന്നു. നമുക്ക് ഐശ്വര്യം ഉണ്ടായിരുന്നു, അത് മനോനിയന്ത്രണം ഇല്ലാത്തത് കൊണ്ട് വിട്ടുപോകുന്നു. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസവും വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളും, അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്, അമ്മയും അച്ഛനും തമ്മിൽ മക്കളോട് വഴക്ക്, മക്കൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വഴക്ക്, എന്നും വഴക്കാണ്. രാവിലെ എഴുന്നേറ്റാ വൈകുന്നേരം രാത്രി കിടക്കുന്നവർ ആ വഴക്ക്, അടി ഇടി ബഹളം, അച്ഛൻ കള്ളുകൂടി, അമ്മയ്ക്ക് തോന്നിയ പോലെ, കുട്ടികൾ അതിലപ്പുറത്തേക്ക്, എന്നും വഴക്കും ബഹളം. സാമാന്യം ജീവിക്കാൻ ചുറ്റുപാടുകളിൽ നിന്ന് ഐശ്വര്യമെല്ലാം ഓടി ഒളിച്ചു. വഴക്കും തമ്മിത്തല്ലും പ്രശ്നങ്ങളുള്ള വീട്ടിൽ നിന്ന് ഓടി ഒളിക്കും? ഐശ്വര്യക്കേട് ഓടി ഒളിക്കും. നാം നമ്മുടെ മനസ്സിനോട് പറയണം, നാം മറ്റാരോടും അല്ല പറയേണ്ടത്, നമ്മുടെ മനസ്സിനോട് പറയണം, ഇത് ഇല്ല എങ്കിൽ നാം എവിടെയും എത്തിച്ചേരില്ല എന്ന്. ഇത് ഇല്ല എങ്കിൽ, ഏതില്ല എങ്കിൽ, മനോനിയന്ത്രണം ഇല്ല എങ്കിൽ നാം എവിടെ എത്തിച്ചേരില്ല. അതുകൊണ്ട് മനസ്സേ, ഞാൻ നിന്നോട് പറയാണ്, നിന്നെ ഞാൻ നിയന്ത്രിക്കുകയാണ്. കുതിരയെ കടിഞ്ഞാണിട്ട് പിടിച്ച പോലെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിനെ പിടിക്കുക. അതുകൊണ്ട് ഞാൻ നിന്നെ പിടിക്കുകയാണ്. നമ്മുടെ ഭാവി തന്നെ ഏതാണ്? ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏതിനെ ആശ്രയിച്ചാണ്? മനോനിയന്ത്രണത്തെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ എല്ലാ ദിവസവും ഒരു വടിയെടുത്ത് പറഞ്ഞ് പഠിപ്പിക്കുക. നമ്മൾ ഇന്നു മുതൽ നിന്നെ ഞാൻ നിയന്ത്രണത്തിലാക്കാൻ പോവുകയാണ്. ഈ മനോനിയന്ത്രണം എന്ന് പറയും നമ്മൾ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ, അനുസരണയെ പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രണം പഠിപ്പിക്കണം. അങ്ങനെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പന്നതയും സന്തുഷ്ടിയും ആഹ്ലാദവും ഒക്കെ നിയന്ത്രിക്കുന്നത് മനോനിയന്ത്രണമാണ്. അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇല്ല എങ്കിൽ, മനോനിയന്ത്രണം ഇല്ല എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ഐശ്വര്യവും കൈവരിക്കാൻ സാധിക്കുന്നതല്ല.
സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നാം സ്വയം ആവർത്തിച്ച് പറഞ്ഞു പഠിപ്പിക്കണം നമ്മുടെ മനസ്സിനെ. അതുകൊണ്ട് അതിനെ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഒരു വ്യക്തിയായിട്ട് മാറി നിന്ന്, ചിലവർ കണ്ടിട്ടില്ലേ കണ്ണാടിയിലൊക്കെ നോക്കി മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കും. അങ്ങനെ കണ്ണാടിയിൽ നോക്കി നിന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഇത് ആവർത്തിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മനോനിയന്ത്രണം എന്താണ്? മനോനിയന്ത്രണം എങ്ങനെ നേടാം? ആത്മീയ തലത്തിലായാലും ലൗകിക തലത്തിലായാലും നമുക്ക് എന്തുണ്ടായിരിക്കണം? മനോനിയന്ത്രണം ഉണ്ടായിരിക്കണം. ജീവിതത്തിന്റെ തന്നെ പരമോന്നത ലക്ഷ്യമാണ് ആത്മീയത. നമ്മുടെ ജീവിതത്തിന്റെ, എല്ലാവരുടെയും ജീവിതത്തിന്റെ പരമോന്നത ലക്ഷ്യം ആത്മീയതയാണ്. ലൗകികത മാത്രമല്ല, ഭൗതിക സുഖം മാത്രമല്ല, ആത്മീയതയാണ്. ഈ ആത്മീയത പ്രകാശനം ഈശ്വര സാക്ഷാത്കാരമാണ്. ആത്മീയതയിലേക്ക് നമ്മൾ എത്തുന്നത് എന്തിനാണ്? ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കാനാണ്. ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കാനല്ലേ പിന്നെ ആരും ആത്മീയതയിലേക്ക് പോണ്ട. അപ്പൊ അതുകൊണ്ട് അത് ലഭ്യമാകണമെങ്കിൽ നമുക്ക് മനോനിയന്ത്രണം സുപ്രധാനമായ ഒരു ഘടകം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ആത്മീയതയിലേക്കും ലൗകിക സുഖങ്ങളിലേക്കും ഭൗതിക സുഖങ്ങളിലേക്കും ഏത് ഉന്നതങ്ങളിലേക്ക് പോകണമെങ്കിലും നമുക്ക് മനോനിയന്ത്രണം വളരെയേറെ അത്യാവശ്യമാണ്. മനസ്സെ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ച ഒരാൾക്ക് സ്വന്തം വ്യക്തിത്വത്തെ ഉയർത്താനാവും. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്വന്തം വ്യക്തിത്വത്തിനെയും ഉയർത്താനാവൂ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ മനസ്സിന് നിയന്ത്രണം ഉണ്ടാവണം, മനോനിയന്ത്രണം ഉണ്ടാകണം. ഒരു താക്കോലിട്ട് തുറക്കാൻ നമ്മൾ പഠിക്കണം. നമ്മുടെ മനസ്സിനെ പൂട്ട തുറക്ക വീടിന്റെ താഴെയിട്ട് താക്കോലിട്ട് തുറക്കുന്നത് പോലെ അതിനെ തൂട്ടാനും തുറക്കാനും നമ്മൾ പഠിക്കണം. ശാന്തമായ മനസ്സ് സമാധാനം കൈവരിക്കുന്നു. അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത്. ശാന്തമായ മനസ്സ് സമാധാനം കൈവരിക്കുന്നു. മനസമാധാനം ആനന്ദത്തെ വിളിച്ചു വരുത്തുന്നു. മനസമാധാനമുള്ളടത്ത് ആനന്ദം ഉണ്ടാവും, അവിടെ സമ്പത്തും ഉണ്ടാവും, പണം തനിയേ വന്നോളും. ആനന്ദമുള്ളവനിൽ മറ്റുള്ളവരെ ആനന്ദഭരിതരാക്കാൻ സാധിക്കും. എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കും, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ളവരെ സന്തോഷിപ്പിക്കും. അച്ഛനും അമ്മയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം മക്കളിലേക്ക് പ്രവഹിക്കും. മക്കൾക്ക് നല്ല സന്തോഷം ഉണ്ടെങ്കിൽ അത് അടുത്ത വീട്ടിലുള്ളവരോടും പ്രകടിപ്പിക്കും. അങ്ങനെ എല്ലാവരോടും സന്തോഷവും ആനന്ദവും പ്രകടിപ്പിച്ച് ചിലവരെ കണ്ടു കഴിഞ്ഞാൽ മോന്ത ഒരു ഒട്ടയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. അവർക്ക് സന്തോഷവും ഇല്ല, ആനന്ദവും ഇല്ല, ഐശ്വര്യവും ഇല്ല, സമാധാനവും ഇല്ല, മനസമാധാനവും ഇല്ല. തൊട്ടടുത്തവന്റെ ഉയർച്ചയിൽ അവർ അത്യാവശ്യം കുശുമ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കുക. ചിരിച്ചു കാണിക്കുമ്പോൾ അയാളുടെ മുഖം വികസിച്ചു വരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നുകൂടെ ചിരിക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താണ്? മനസമാധാനം നമുക്ക് കിട്ടും. അവർക്ക് ദേഷ്യമായിരിക്കാം, എങ്കിലും നമ്മളുടെ മനസമാധാനവും ആനന്ദവും സന്തോഷവും നമ്മൾ മറ്റുള്ളവരെ ആനന്ദഭരിതരാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ 10 ദിവസം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ 21 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തി, മനോനിയന്ത്രണം ഏർപ്പെടുത്തി നിങ്ങൾ ആഹ്ലാദഭരിതരാവാനും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആഹ്ലാദവും ആനന്ദവും നിങ്ങൾ പകരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഐശ്വര്യവും സമാധാനവും സമ്പത്തും തനിയെ വരാൻ തുടങ്ങും. അത് ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്.